ലഷ്കർ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ വലം കൈനെ അജ്ഞാതൻ തട്ടി അല്ലേ? അത് വീണ്ടും അജ്ഞാതൻ വന്നു എന്നുള്ളത് നേരത്തെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അജ്ഞാതൻ ലഷ്കറിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ലഷ്കറിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് തീരുന്നവന്മാരുടെ എണ്ണത്തെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയുണ്ട്, അവന്മാർ തമ്മിൽ അധികാര തർക്കമുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരുത്തിന് മറ്റേ ഹംസ എന്ന് പറയുന്ന ഒരാൾ, ആമിർ ഹംസയാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ചത്. അയാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അയാളുടെ ആരോഗ്യനില ഗുരുതരമായിട്ട് തന്നെ തുടരുന്നുണ്ടെങ്കിലും ഈ പറയുന്ന അപകടാവസ്ഥ തരണം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് അജ്ഞാതൻ അങ്ങോട്ട് തൃപ്തിയായില്ല. ഇവനെ ആമിർ ഹംസ മറ്റേ ജഗതി പറയുമ്പോൾ ഇവൻ്റെ അണ്ണാക്കി കയറി ഇരുന്ന് വെടിവെച്ചാലേ ഇനി ശരിയാവുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അങ്ങനെ നിന്നിട്ടാണ് ഇപ്പോൾ അണ്ണാക്കിൽ കയറി വെടിവെച്ചിരിക്കുന്നത്. ഷെയ്ഖ് യൂസഫ് അഫ്രീദി എന്ന് പറയുന്ന ഭീകരനെയാണ് ഇപ്പോൾ വെടിവെച്ചിരിക്കുന്നത്. ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെടിവെച്ച് ഭയങ്കര രസകരമാണ്. ഇയാളെ വളഞ്ഞിട്ടാണ് വെടിവെച്ചിരിക്കുന്നത്. വളഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ പേരുണ്ടായിരുന്നോ എന്നുള്ളതിനെ പറ്റി അറിയില്ല. ഇയാൾക്ക് ഓടി രക്ഷപ്പെടാൻ അവസരം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടായിരുന്നിരിക്കാം. ഈ ബൈക്കിലും സ്കൂട്ടറിലും ഒക്കെ വന്ന് വെടിവെക്കുമ്പോൾ മിക്കവാറും 2 പേരുണ്ടായിരിക്കും. ഒരാൾ ഓടിക്കും, ഒരാൾ പുറകെ ഇരിക്കും. ചിലപ്പോൾ ഇത് 2 3 പേരുണ്ടായിരുന്നായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇയാൾക്ക് ഓടി രക്ഷപ്പെടാൻ സമയം കൊടുത്തില്ല. ഇയാൾ അജ്ഞാതനെ കണ്ടു, കയ്യിൽ തോക്കുണ്ടെന്ന് കണ്ടപ്പോൾ ഇയാൾ നിലവിളിച്ചു. അയ്യോ എന്നെ കൊല്ലാൻ പോണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നിലവിളിച്ച് അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് ഇയാൾ രേഖട്ടുണ്ട കയറ്റിയിട്ട് അവിടുന്ന് അജ്ഞാതൻ പോയി. പക്ഷേ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴത്തേക്ക് അജ്ഞാതൻ പിടിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അജ്ഞാതൻ വരുന്നു, മിന്നൽ പോലെ വരുന്നു, പോകുന്നു, മിന്നൽ മുരളി വരില്ലേ അതുപോലെ ഭയങ്കര സ്പീഡിൽ വരുന്നു, വെടിവെക്കുന്നു, കൊല്ലുന്നു, പോകുന്നു എന്നുള്ളത്. ഇയാൾ അവിടെ കിടന്ന് നിലവിളിയായിരുന്നു. അപ്പോൾ എനിക്കത് ഓർമ്മ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ISIS-ന്റെ ഒരു തലവനില്ലായിരുന്ന ഒരു ഭീകരൻ, ഈ ബിൻ ലാദനെയൊക്കെ പോലെ ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ഒരു ഭീകരൻ്റെ പേരുണ്ടായിരുന്നു. ആ ഭീകരനുണ്ടല്ലോ, അയാൾ മരിച്ചപ്പോഴത്തേക്കും ട്രംപിൻ്റെ പ്രസംഗം വളരെ വിഖ്യാതമായിരുന്നു. ഹി ഡൈഡ് ലൈക്ക് എ ഡോഗ്, വെരി ബാഡ് ഡോഗ് എന്നാണ് ട്രംപ് പറഞ്ഞത്. അവന് പട്ടിയെ പോലെ ചത്തു, വെറും പന്നപ്പട്ടി. അങ്ങനെയാണ് ട്രംപ് എന്ന് പറഞ്ഞത്. പന്ന പട്ടിയെ പോലെ ചത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ വെരി ബാഡ് ഡോഗ് എന്നാണ്. അതുപോലെ ഒരു പന്ന പട്ടിയെ പോലെ ഈ പറയുന്ന ഷെയ്ഖ് യൂസഫ് അഫ്രീദിയും പെടഞ്ഞ് മരിച്ചു, കിടന്ന് നിലവിളിച്ചു. തോക്ക് കണ്ടപ്പം തന്നെ നിലവിളിയാണ്. എത്ര പാവങ്ങൾ, നിരപരാധികളെ തോക്ക് ചൂണ്ടി മരണത്തിനെ മുന്നിൽ കാണിച്ച് വെടിവെച്ച് കൊന്ന ആളാണ്. ഒരു തോക്ക് കണ്ടപ്പോൾ അവിടെ കിടന്ന് നിലവിളിച്ചു, അയ്യോ എന്നെ കൊല്ലാൻ. എനിക്കൊരു സംശയം, ഹൂറികളെ കിട്ടൂല പെട്ടെന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണോ കരഞ്ഞത്? അത് പണ്ട് നമ്മുടെ ഒരു ജനറൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരുടെ ആഗ്രഹം ദൈവത്തെ കാണുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ദൈവമായിട്ടുള്ള അതിനുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് നമ്മുടെ ഒരു ജനറൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇവന്മാരെ എല്ലാം ദൈവത്തിനടുത്തേക്ക് അയച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവന്മാർ ഹൂറികളെ കിട്ടട്ടെ, മദ്യപ്പുഴ കിട്ടട്ടെ, നല്ലതല്ലേ ഇവന്മാരെ. അതെ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് പോലും കൊടുക്കാതെ തട്ടിയ ഒരുപാട് പേരുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ആമിർ ഹംസയെ വെടിവെച്ചു. അതിന് മുമ്പ് മസൂദ് അസറിൻ്റെ സഹോദരൻ താഹിർ അൻവറിനെ കൊന്നു. അയാൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിരുന്നു. അതിന് മുമ്പ് ലഷ്കർ ഇ തോയ്ബയുടെ നേതാവ് അബു ഖത്തൽ സിന്ധി അയാളെയാണ് മുമ്പ് വധിച്ചത്. ഹഫീസ് സയ്യിദിൻ്റെ അടുത്ത ആളായിരുന്നു ഈ പറയുന്ന ഖത്തൽ എന്ന് പറയുന്നത് വിവിധ ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു ഈ പറയുന്ന അബു ഖത്തൽ സിന്ധി എന്ന് പറയുന്ന ആൾ. ഇയാൾ ഈ ഹാഫിസ് സയ്യിദിൻ്റെ അനുയായി ആയിരിക്കുകയും ഈ പറയുന്ന മുംബൈ തീവ്രവാദി ആക്രമണത്തിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും ഇയാൾ 2024 സ്വന്തമായിട്ടൊരു സംഭാവന നടത്താൻ വേണ്ടിയിട്ട് റൈസ എന്ന് പറയുന്ന ഒരു ആക്രമണം നടത്തിയായിരുന്നു. 9 പേര് കൊല്ലപ്പെട്ട ഒരു ആക്രമണമായിരുന്നു ഈ പറയുന്ന ഇയാൾ നടത്തിയിരുന്നത് എന്നുള്ളത്. അപ്പോൾ 2023 മുതൽ അജ്ഞാതൻ ആക്റ്റീവായിട്ട് ഈ പരിപാടി നടത്തുന്നുണ്ട്. 2026 മാത്രം, അതായത് ഈ വർഷം തുടങ്ങി 2026 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസമായപ്പോഴത്തേക്കും 30 പേരെയാണ് തീർത്തത്. 30 ഓടി നടന്നടിക്കുകയാണ്. അപ്പോൾ ഈ വർഷം തീരുന്നതിന് മുമ്പ് സെഞ്ചുറി അടിക്കണമെന്നുള്ളതാണ് അജ്ഞാതൻ്റെ ലക്ഷ്യം. അപ്പോൾ അജ്ഞാതൻ്റെ ഓടി നടന്ന് തീർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഹഫീസ് സയ്യിദിൻ്റെ കൂടെയുള്ളവരെ മൊത്തം വധിച്ചുകൊണ്ടിരിക്കുക. ഹഫീസ് സയ്യിദിൻ്റെ വലം കയ്യെ വധിച്ചു, ഈ പറയുന്ന മസൂദ് അസറിൻ്റെ സഹോദരനെ വധിച്ചു, ഹഫീസ് സയ്യിദിൻ്റെ 2ാം മാസ്റ്റർ ബ്രെയിനായിട്ട് ഇയാൾ കൊണ്ടുവരുന്ന ആളിനെ കൊന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാരെ കൊന്നു. അപ്പോൾ ചോദിക്കുകയാണ്, ഹഫീസ് സയ്യിദ് എന്താ, ഇയാളെ എന്താ തട്ടാത്തത്? ഈ തട്ടാത്തതിൻ്റെ കൂടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ മുഴുവൻ തീർക്കാണ്. അപ്പോൾ ഈ നടുക്ക് നിൽക്കുന്ന, ഇതുവരെ പ്രൊട്ടക്റ്റഡ് ആയി നിൽക്കുന്ന ഈ ഹാഫിസ് സയ്യിദിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? നെഞ്ചു പൊട്ടപ്പൊട്ടുന്നുണ്ടോ? അത് പണ്ട് രാജാക്കന്മാർ ശിക്ഷ നടപ്പിലാക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ഇപ്പം 4 കള്ളന്മാരെ പിടിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും 100 ചാട്ടവാറടി വീതമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 കള്ളന്മാരെയും 1ാമത്തേനെ അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ നിർത്തും.
അവന് 100 അടി കൊള്ളുന്നത് യുവമാർ 3 കാണുകയാണ്. അപ്പോൾ ആ ഓരോ അടി യുവമാർക്ക് വേദനിക്കും. അത് കഴിഞ്ഞ് ഓരോരുത്തർ പറയിട്ടുണ്ട് ഏറ്റവും അവസാനമായിരിക്കും ഈ കള്ളന്മാരുടെ തലവനെ അടിക്കുന്നത്. അപ്പോൾ ബാക്കി 3 എണ്ണത്തിനും കിട്ടിയ അടി കഴിഞ്ഞിട്ടായിരിക്കും അവന് കിട്ടുന്നത്. അവന് അത്രയും നേരം അനുഭവിച്ച മാനസികമായിട്ടുള്ള ആ ദുഃഖമുണ്ടല്ലോ, അതുപോലെ അതാണ് ഈ പറയുന്ന ഹഫീസ് സയ്യിദിന് കൊടുത്തിരിക്കുന്നത്. ഹഫീസ് സയ്യിദിൻ്റെ കഥ ഇതിനെക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഹഫീസ് സയ്യിദ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദിയാകാൻ വേണ്ടി ജനിച്ച് തീവ്രവാദിയാകാൻ വേണ്ടി വളർന്ന് അങ്ങനെ നടന്ന ഒരു വൃത്തികെട്ടവനാണ്. അപ്പോൾ ഇവൻ ഒരുപാട് തീവ്രവാദ ലഷ്കറിൻ്റെ ഫൗണ്ടർ കൂടിയാണെന്ന് ഓർക്കണം. ഒരുപാട് ഭീകരവാദ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി തീവ്രവാദ പ്രവർത്തനം മതത്തിനെ കുത്തിവെച്ച് ആൾക്കാരെയൊക്കെ ഈ പറയുന്ന വിഷലിപ്തമായ മനസ്സിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇയാൾ നിരവധി ആക്രമണങ്ങൾ നടത്തി. അപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ, അമേരിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, ന്യൂസിലാൻഡ് തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇയാളെ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിട്ടിയ പൈസ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. തട്ടിയിട്ട് വരുന്നവർ പൊന്നാടയൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓഫറിങ്. അപ്പോൾ ഓഫറിങ് ആയിട്ട് നല്ല ഓഫറിങ് നിൽക്കുമ്പോഴത്തേക്കും ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ഭീകരനായതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഒരു കോടതി പിടിച്ച് ഇവനെ വെളിയിൽ വിട്ടാൽ ഇന്ത്യക്കാർ തട്ടിക്കളയും, അല്ലെങ്കിൽ അമേരിക്ക തട്ടിക്കളയും എന്നുള്ള പേടിയുണ്ട്. ഇയാളൊരു കോടതി പെട്ടെന്ന് തട്ടിക്കൂട്ടി. ആ കോടതിയിൽ ഇയാൾ കുറേ കുറ്റങ്ങൾ ചെയ്തതായിട്ട് അവതരിപ്പിച്ച് 11 വർഷത്തേക്ക് ശിക്ഷ വിധിച്ചു. അതിനുശേഷം വീണ്ടും പല കേസുകളിലായിട്ട് ശിക്ഷ വിധിക്കുന്നുണ്ട്. ഇയാളപ്പോൾ എവിടെയാണ് കഴിയുന്നത്? ഇയാൾ ജയിലിലല്ലേ, സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ശിക്ഷിച്ചാൽ കഴിയേണ്ട. പക്ഷെ അല്ല, ഇയാൾ ലാഹോറിൽ ഇയാൾക്കൊരു അത്യാഡംബര സുരക്ഷാ കേന്ദ്രമുണ്ട്. അതിനകത്ത് പ്രൈവറ്റ് പാർക്കുണ്ട്, ആഡംബര വാഹനങ്ങളുണ്ട്, അതിനകത്തൊരു ക്ലബ്ബുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ. അതിനകത്തൊരു പള്ളിയുണ്ട്, മോസ്കുണ്ട്. അവിടെ പോയിട്ട് ഇയാൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആരാധന നടത്താനും ഒക്കെ ആയിട്ട് ഇയാൾക്ക് ജുമാ എന്ന് പറയുന്ന നമസ്കാരം ഉണ്ടല്ലോ, അത് വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന നമസ്കാരം. ഈ നമസ്കാരത്തിന് ഏതാണ്ട് 40-ലധികം ആൾക്കാർ വേണം, 40-45 പേര് വേണം, ഇല്ലെങ്കിൽ ഇവന്മാരുടെ പ്രാർത്ഥന അവിടെ കിട്ടൂല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആൾക്കാരെ ഇവിടെ എത്തിക്കും. അങ്ങനെ ആൾക്കാരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പള്ളിയോട് ചേർന്നിട്ട് ഒരു മദ്രസ കൂടിയുണ്ട്. തീവ്രവാദിക്ക് സാധാരണഗതിയിൽ നിസ്കരിക്കാൻ പള്ളിയൊക്കെ ശരി, ഇല്ലെങ്കിൽ വീട്ടിനകത്ത് അതിൻ്റെ സൗകര്യം വേണം, ആഡംബര വസതി, കാറുകൾ, സ്വിമ്മിംഗ് പൂളൊക്കെ ശരി. ഇവന് മദ്രസ എന്തിനാ? ഉണ്ടാവുന്ന കുട്ടികളൊക്കെ കുട്ടികളല്ല, യുവന്മാർക്ക് കുട്ടികളാണ് വേണ്ടത്. യുവന്മാർക്ക് മദ്രസ ഇല്ലാതെ പറ്റില്ല. ഈ പറയുന്ന ഭീകരന്മാരെല്ലാം ഉസ്താദുമാർ കൂടിയാണ്. ഈ ഉസ്താദുമാർക്ക് മദ്രസ ഇല്ലാതെ പറ്റൂലല്ലോ. യുവന്മാർക്ക് അത് ഏറ്റവും വേണ്ട സാധനം യുവന്മാർക്ക് എന്ന് പറഞ്ഞാൽ മദ്രസയാണ്. മദ്രസയെ അവിടെ കുറേ ആമ്പിള്ളേരും വേണം. അതാണ് യുവന്മാരുടെ ഏറ്റവും വലിയ ആവശ്യം. അതിന് വേണ്ടിയിട്ടൊരു മദ്രസയുണ്ട്. ആ മദ്രസയിൽ കുറച്ചധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന കുട്ടികളെയൊക്കെ യുവന്മാരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന തീവ്രവാദിയാക്കി, ചാവേറാക്കി, ഫിദായിനാക്കി വിടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇയാൾക്കെതിരെ റെഡ് നോട്ടീസ് ഇന്റർപോൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന മുംബൈ ആക്രമണത്തിൻ്റെ സൂത്രധാരനാണ്. ഇയാളുടെ മെയിൻ പണി 6 കുട്ടികളുണ്ട്. 7ഓളം വിവാഹം കഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കണക്കുകളെ പറ്റി പല വെബ്സൈറ്റ് പലതാണ് പറയുന്നത്. പാകിസ്ഥാൻ്റെ സൈറ്റുകൾ പോലും ഇയാളുടെ പല ഭാര്യമാരും അജ്ഞാതരാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുരുഷ ഭാര്യമാരും ഇയാൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. മസൂദ് ഈ പറയുന്ന ഹാഫിസ് സയ്യിദിന് ഉള്ള ഈ പറയുന്ന ഭാര്യമാർ എല്ലാ സ്ത്രീകളാണോ എന്നുള്ള സംശയം കൂടി പാകിസ്ഥാൻ്റെ വെബ്സൈറ്റുകൾ തന്നെ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും മദ്രസ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മദ്രസ ഇല്ലാതെ ഉമ്മർക്ക് ജീവിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ നടക്കുന്ന ഹാഫിസ് സയ്യിദിൻ്റെ അനുയായിയാണ് തട്ടിയിരിക്കുന്നത്. അടുത്തത് ഹാഫിസ് സയ്യിദ് എന്നൊരു സൂചന കൂടി ഇതിനകത്തുണ്ട്. നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഇയാൾ താമസിക്കുന്ന വസതി പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംശയിക്കരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ പറയാവുള്ളൂ. ഈ അജ്ഞാതൻ ആരാണെന്നൊന്നും ഇന്ത്യക്ക് അറിയില്ല. എവിടെ നിന്നോ വന്ന ആൾ യുവന്മാരെയൊക്കെ തീർക്കുന്നു, യുവന്മാരുടെ കാലിനായിട്ട് വന്നത്. കാരണം യുവന്മാരെ പോലുള്ളവന്മാരെ തീർത്ത് കഴിഞ്ഞാൽ 2 ഹൂറികളെ എക്സ്ട്രാ കൊടുക്കാമെന്ന് ചിലപ്പോൾ ഇയാളുടെ അടുത്ത് ദൈവം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതായിരിക്കും അജ്ഞാതൻ്റെ ലീലാവിലാസങ്ങൾക്ക് കാരണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പുതിയ വാർത്തകളുമായി ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് തന്നെ മറക്കാതെ അത് ചെയ്യണം.